എല്ലാവർക്കും നമസ്കാരം. നമ്മൾ SARൻ്റെ മാപ്പിംഗ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് എക്സൽ ഫയലാക്കി BLO സൂപ്പർവൈസർമാർ വഴി ER ഓഫീസറിലേക്ക് കൺസൾട്ട് ചെയ്ത് കൊടുത്തിരുന്നു. അത് ER ഓഫീസിൽ നിന്നും CO ഓഫീസിലേക്ക് കൊടുത്ത് ഒരു ബാക്ക് എൻഡ് വഴി ഓട്ടോമാറ്റിക്കായിട്ട് മാപ്പ് ചെയ്ത് ഇപ്പോൾ BLO ആപ്പിൽ അത് റെഡിയായി വന്നിട്ടുണ്ട്. മാപ്പിംഗ് ഓഫ് ഇലക്ട്രിക് വിത്ത് പ്രീവിയസ് SAR എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു വ്യൂ കളർ കോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ മാപ്ഡ് ബൈ BLO അത് ഗ്രീൻ കളറിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാപ്ഡ് ബൈ സിസ്റ്റം, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം തന്നെ മാപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റ ബ്ലൂ കളറിലായിരിക്കും കാണാൻ കഴിയുന്നത്. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ മജീദ് PS എന്ന് പറയുന്ന വ്യക്തിയുടെ ഡാറ്റ ഗ്രീൻ കളറിലാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അർത്ഥം അത് ബൂത്ത് ലെവൽ ഓഫീസർ മാനുവലി മാപ്പ് ചെയ്ത ഡാറ്റയാണ്. അതിൽ ആഡ് പ്രൊഗനി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന വ്യക്തിയുടെ മക്കൾ 2002 വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തതും എന്നാൽ 2025 വോട്ടർ പട്ടികയിൽ പേരുള്ളതുമായിട്ടുള്ള മകൻ്റെയോ മകളുടെയോ ഡീറ്റെയിൽസ്, അതായത് എപ്പിക് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ പറഞ്ഞ വ്യക്തിയുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം മകനോ മകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയുടെ 2025 വോട്ടർ പട്ടികയിലെ വോട്ടർ ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ ഈ പറയുന്ന മജീദ് PS എന്ന് പറയുന്ന വ്യക്തിയുടെ ഡാറ്റയുമായിട്ട് ഡാറ്റ ലിങ്കായിട്ട് കിട്ടും. ഒന്നാമത്തെ കേസ് അതാണ്. രണ്ടാമത്തെ കേസ് ഞാൻ പറഞ്ഞിരുന്നു, ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത എക്സൽ ഫയൽ ഉപയോഗിച്ച് സിസ്റ്റം തന്നെ മാപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ്. ഉദാഹരണത്തിന് മാത്യു ഡി സിൽവ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡാറ്റയിൽ വെരിഫൈ റൺ ആപ്പ് എലക്ടർ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ അന്നത്തെ, അതായത് 2002 ഡീറ്റെയിൽസും 2025 ഡീറ്റെയിൽസും കാണാൻ കഴിയും. ഈ പറയുന്ന വ്യക്തി രണ്ടും ഒരാളാണ് എന്നുണ്ടെങ്കിൽ വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുക്കുന്നതോടുകൂടി ആ പറയുന്ന വ്യക്തിയുടെ കളറ് നേരത്തെ ബ്ലൂ ആയിരുന്നു, അത് ഗ്രീനായിട്ട് മാറുന്നു. അതായത് ആ വ്യക്തിയെ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ വേറൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മെൽവിൻ ഡിസിൽവ എന്ന് പറയുന്ന വ്യക്തിയുടെ ബ്ലൂ കളറിലുള്ള ഡാറ്റയാണ്, അതായത് സിസ്റ്റം മാപ്പ് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ്. അതിൽ വെരിഫൈ റൺ ആപ്പ് എലക്ടർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഡാറ്റയും, അതായത് 2002 ഡാറ്റയും 2025 ഡാറ്റയും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പേരും എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ എപ്പിക് നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയുടെ വിവരങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലൂ കളർ എന്നുള്ളത് മാറി ഗ്രീൻ കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം മാപ്പ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യേണ്ടത്.